എൻ്റെ ഉപ്പ എനിക്ക് ചെറുപ്പത്തിൽ അക്കീക്ക അറുത്തിരുന്നില്ല. എന്നാൽ ഞാൻ വലുതായതിന് ശേഷമാണ് ഉപ്പ 2 ആടിനെ അറുത്തത്. ഞാനാണ് ആടുകളെ അറുത്തത്. ആദ്യമായിട്ടാണ് അറവ് നടത്തുന്നത്. അറുക്കുമ്പോൾ ബിസ്മില്ല അള്ളാഹു അക്ബർ എന്ന് പറയണമെന്ന് കേട്ടിരുന്നു. പക്ഷേ ആ സമയത്തത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ചെയ്ത അക്കീക്ക അള്ളാഹു സ്വീകരിക്കില്ലേ എന്നാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് ആ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, വളരെ നല്ല സൂക്ഷ്മതയുടെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പിതാവ് മകന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു പിതാവിൽ നിന്ന് മകന് കിട്ടേണ്ട അവകാശങ്ങളിൽ പെട്ടതാണ് അക്കീക്ക അറുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുക്കുക, ഒരു പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ അറുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിതാവ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമയായി, ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അറുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, അത് നിർവഹിക്കാൻ ഒരു നിലക്കും സാധിക്കാത്തൊരു സാഹചര്യമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അയാൾക്ക് ഈ കുഞ്ഞിന് ഇത് അറുക്കാൻ എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് അത് അറുക്കാം. 7ന്റെ അന്ന് അറുക്കുക എന്നുള്ളത് പ്രത്യേക പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അന്ന് അറുക്കാൻ അയാളുടെ കയ്യിൽ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ എപ്പോഴാണോ അയാൾക്ക് അതിന് സാധിക്കുന്നത് ആ സമയത്തൊക്കെ ഈ പിതാവിന് മക്കൾക്ക് വേണ്ടി അറിവ് നടത്തി കൊടുക്കാവുന്നതാണ്. പ്രായപൂർത്തിയായതിനു ശേഷവുമാണെങ്കിൽ അറുക്കാം. ഇനി ഒരാൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ സ്വയം പ്രായപൂർത്തിയായതിനു ശേഷം സാമ്പത്തികമായ ഒരു വരുമാനവും, അതുപോലെ തന്നെ അക്കീക്കത്ത് അറുക്കാൻ എൻ്റെ ഉപ്പ എനിക്ക് അറുത്തിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പാക്കത് കഴിയാത്തത് കൊണ്ടാണെന്ന് തോന്നുമ്പോൾ എനിക്കത് അറുക്കാൻ സാധിക്കുമെങ്കിൽ സ്വന്തത്തിന് വേണ്ടിയിട്ടും അക്കീക്ക അറുക്കാവുന്നതാണ്. അതും സ്വഹീഹായിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലും ആ ഒരു ബാധ്യത വീടുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സഹോദരൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം, അക്കീക്ക അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാതെ, അല്ലെങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിവ് നടത്തുക എന്നുള്ളത് അറിവിന്റെ സമയത്ത് പറയേണ്ട സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് ആ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയാൻ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് ആ അറിവിനെ അത് ബാധിക്കുകയോ ആ അക്കീക്ക സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അത് പൂർണ്ണമായ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉദ്ദേശത്തോടുകൂടി, നിയത്തോടുകൂടി അയാൾ അറിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയും അയാളതിന്റെ പ്രതിഫലം ലഭിക്കുകയും ആ ബാധ്യത അവിടെ കൂടുകയും ചെയ്യും. പിന്നെ ബിസ്മില്ലാ ചെല്ലുക എന്നുള്ളത് അറിവിന്റെ സമയത്ത് സുന്നത്താക്കിപ്പെട്ട അതിന്റെ മര്യാദയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പൊ അറിയുമെങ്കിൽ മനഃപൂർവ്വം നമ്മൾ അത് ഒഴിവാക്കാൻ പാടില്ല, അത് ചെയ്യേണ്ടതാണ്. മറന്നുപോയി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന, അബദ്ധത്തിൽ ചെയ്തു പോകുന്ന കാര്യങ്ങൾ, മറന്നുകൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ, ഇതിന്റെ പേരിൽ ഞങ്ങൾ പിടികൂടരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന, മറന്നു പോകുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരിക്കലും ശിക്ഷ ലഭിക്കുകയില്ല എന്നുള്ളതും, പിന്നെ ഒരു സുന്നത്തായ ഒരു ആദാബ് മാത്രമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടും, അക്കീക്കയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ബിസ്മി ചെല്ലാൻ അയാൾ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് ആ അക്കീക്കയെ അത് ബാധിക്കുകയോ അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കാതിരിക്കുകയോ ആ ഒരു ബാധ്യത വീടാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വല്ലാഹു തആല അഅലം.